എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പവർ ബി ഐയുടെ വർക്ക്ഷോപ്പ് ഉടനെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും ലാപ്ടോപ്പിലൂടെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇതൊരു നോർമലി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു വർക്ക്ഷോപ്പ് അല്ല. നോർമലി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് പോലത്തെ ഒരു വെബിനാർ അല്ല, അല്ലെങ്കിൽ ഇതൊരു ക്ലാസ് അല്ല. ഇതൊരു എന്താ പറയാ, ഒരു ഇന്റേൺഷിപ്പിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ലൈവിൽ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. ഒരു ലൈവ് വർക്ക്ഷോപ്പാണ്, അല്ലെങ്കിൽ ലൈവായിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കൊണ്ടും നമ്മൾ 100% ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് എല്ലാവരും ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ എല്ലാവരും പവർ ബി ഐ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കണം. ഇൻസ്റ്റാൾ ചെയ്തവർ ഗ്രൂപ്പിൽ ആ ചാറ്റിൽ വന്ന് ഡൺ ഡൺ എന്ന് പറയാൻ പറ്റുമോ? ആരൊക്കെയാണ് പവർ ബി ഐ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? പവർ ബി ഐ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ ഓക്കെ, 2 പേര് ഡൺ ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. 3 പേര് ഇട്ടിട്ടുണ്ട്. ഡൺ. 4 പേര് ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനിയും കുറച്ച് പേര് ഇടാനുണ്ട്. ചെയ്യാത്തവര് പവർ ബി ഐ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഞാൻ ലൈവ് ചെയ്യിപ്പിക്കാനാ പോണേ. നിങ്ങൾ എല്ലാവരും ഇന്ന് ഡാഷ്ബോർഡ് ഉണ്ടാക്കും, ഞാൻ ഉറപ്പ് പറയണം. അപ്പൊ 4 പേരാണ് പവർ ബി ഐ ചെയ്തിരിക്കുന്നത്. പവർ ബി ഐ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യാം. വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പവർ ബി ഐ ഇൻസ്റ്റാൾ ഡെസ്ക്ടോപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിൻ്റെതുള്ളൂ. ഞാൻ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു, സാമ്പിൾ ഡേറ്റ സെറ്റ്. അത് ആരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആവും. അതുകൊണ്ടാണ് അതൊക്കെ ആരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ചെയ്തവരൊന്ന് ഡൺ അടിക്കാമോ? ചെയ്തവരൊന്ന് ഡൺ അടിക്കാം. വെരി ഗുഡ്. അപ്പൊ നമ്മള് നമുക്കൊരു സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ബുക്കും പെന്നൊക്കെ എടുക്കുക. ഈ ലാപ്ടോപ്പ് ഇല്ലാത്തവരായാലും കുഴപ്പമില്ല, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ നോട്ട് ഡൗൺ ചെയ്യാത്തവര് അല്ല, ലാപ്ടോപ്പ് ഇല്ലാത്തവര് ഡോണ്ട് വറി, നിങ്ങളത് ഇത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഇടയിലോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പൊ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ റെക്കോർഡഡ് വെർഷൻ ഒന്നും നിങ്ങൾക്ക് എൻഡിൽ തരുന്നതല്ല കേട്ടോ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ലിസൺ ചെയ്യുക. കൃത്യമായി നിങ്ങൾ ഇതിനെ സീരിയസ്ലി നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃത്യമായി നിങ്ങൾ കേൾക്കുക. എന്നാലാണ് നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം കുറച്ച് തുടക്കം പവർ ബി ഐനെ കുറിച്ചിട്ടായിരിക്കും പറയാ. അതിനുശേഷമായിരിക്കും ലൈവ് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ആവാം. ഓക്കെ, അപ്പൊ എൻ്റെ പേര് ജിറ്റോ ജോസ്. ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു ലീഡിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗും ഡേറ്റ അനലിറ്റിക്സും മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ ഈ ഫീൽഡിൽ ഒരുപാട് വർഷമായി ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ അനലിസ്റ്റ് കൂടി നമ്മൾ ചെയ്യുന്നതാണ്. ബിഗ് ഡേറ്റയും ഡേറ്റ അനാലിസിസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഏജൻസിയാണ് Doptit.com. അതിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡേറ്റ അനാലിസിസ് ഒക്കെ ചെയ്യുന്നതാണ്. ഒരുപാട് സ്ഥലത്ത് ട്രെയിനർ, കൺസൾട്ടന്റ്, മെന്റർ, സ്പീക്കർ ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പൊ നമ്മളെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ അതനുസരിച്ച് ഫോളോ ചെയ്താൽ യൂട്യൂബ് ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ബേസിക്കലി പഠിക്കാൻ പോകുന്നത് എന്താണ്? വാട്ട് ഈസ് പവർ ബി ഐ, അല്ലെങ്കിൽ ഡസ് പവർ ബി ഐ റിക്വയർ കോഡിംഗ്, കമ്പനീസ് കോർ എക്സ്പെക്ടേഷൻസ് ഫ്രം ഡേറ്റ അനലിസ്റ്റ്, പവർ ബി ഐയും എക്സലും തമ്മിലുള്ള ഡിഫറൻസ്.
പവർ ബി ഐ, ടാബ്ലൂ ആൻഡ് ലൂക്കർ തമ്മിലുള്ള വ്യത്യാസം. ഹൗ ടു ഗെറ്റ് യുവർ ഫസ്റ്റ് അനലിസ്റ്റ് ജോബ്. ടോപ്പ് 10 വെബ്സൈറ്റ് ടു ഗെറ്റ് ഡാറ്റ സെറ്റ്സ് ഫോർ ഫ്രീ. ഇൻഡസ്ട്രീസ് ആൻഡ് ബിഗ് ബ്രാൻഡ്സ് യൂസ് പവർ ബി ഐ. സ്കോപ്പ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊഫൈൽസ് ആഫ്റ്റർ ലേണിംഗ് പവർ. ഇതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് ഡേറ്റകളും കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നതിന് ശേഷമായിരിക്കും പ്രാക്ടിക്കലി നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കും. ഓരോ സ്റ്റെപ്പും നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് എത്ര പേരുണ്ടെന്ന് ചാറ്റിൽ ഇടാമോ? വർക്കിംഗ് പ്രൊഫഷണൽസ് ആരൊക്കെയാണ് ഇതിൽ വർക്കിംഗ് പ്രൊഫഷണൽസ്? ഞാനൊക്കെ എത്ര പേര് ജോബ് സീക്കർ ഉണ്ട്? നിങ്ങളൊന്ന് ചാറ്റിൽ ജോബ് സീക്കർ ആണെങ്കിൽ ജോബ്സ് അതായത് മീൻസ് വർക്കിംഗ്. ഓക്കെ. ചിലവർ ഇതുണ്ട്, ചിലവർ സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലവർ MBA പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അബ്സല്യൂട്ട്ലി ഫൈൻ. ഓക്കെ. ആ ജോബ് സീക്കർ ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇതെല്ലാവർക്കും ഞാൻ പറയുന്നത് ഓഡിബിൾ ആണല്ലേ? ഓക്കെ. ഈ വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് ചാറ്റിൽ ഇടാമോ പ്ലീസ്? നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ ലൊക്കേഷൻ. ഓക്കെ. പെരുമ്പാവൂർ, ചെന്നൈ, ബാംഗ്ലൂർ, കൊച്ചി, പാലക്കാട്, കേരളത്തിന്റെ ട്രിവാൻഡ്രം, കേരളത്തിന്റെ മറ്റു ഭാഗത്ത് ഒരുപാട് പേര് ഇത് അറ്റൻഡ് ചെയ്യും. തൃശ്ശൂർ. ഓക്കെ. വെരി ഗുഡ്. ലാസ്റ്റ് 1 year അൺഎംപ്ലോയ്ഡ്. ഓക്കെ. ഗുഡ്. ഓക്കെ. 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 ശരി. വെരി ഗുഡ്. എക്സലന്റ്. നിങ്ങൾ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ടീമാണ് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാവരും. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ അജണ്ട. ഞാൻ വീണ്ടും പറയുന്നു, പവർ ബി ഐ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന സാമ്പിൾ ഡേറ്റ അത് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. കാരണം നമ്മൾ ഇതൊരു നോർമൽ വർക്ക്ഷോപ്പ് അല്ല, നോർമൽ വെബിനാർ അല്ല. ഇത് ലൈവ് പ്രാക്ടിക്കൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വർക്ക്ഷോപ്പാണ്. നിങ്ങൾ ഇതുപോലത്തെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പ്രാക്ടിക്കലി നിങ്ങളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുകയാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന സാധനം കിട്ടുന്ന പോലെ സാധനമാണ്. അതാണ് പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ് പവർ ബി ഐ? പവർ ബി ഐ എന്ന് പറയുന്നത് ഒരു വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്. പവർ ബി ഐ ആരുടെയാണ്? മൈക്രോസോഫ്റ്റിന്റെ ആണ് പവർ ബി ഐ. മൈക്രോസോഫ്റ്റിന് പവർ എന്ന് പറഞ്ഞ ഒരു പാക്ക് ഉണ്ട്. അതിലുള്ള ഒരു ടൂൾ ആണ്, വിഷ്വലൈസേഷൻ ടൂൾ ആണ് എന്ത്? പവർ ബി ഐ. എന്താണ് ബി ഐ? ബി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഇന്റലിജൻസ്. അതാണ് ബി ഐ. ബിസിനസ് ഇന്റലിജൻസ് പറഞ്ഞിട്ടാ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇന്റലിജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസൈറ്റുകൾ തരുന്ന ഒരു ടൂളാണ്. അപ്പൊ ഇത് ഭയങ്കര ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളാണ് പവർ ബി ഐ എന്ന് പറയുന്നത്. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ആർക്കും ഇന്റർനെറ്റിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇത് മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ലീഡിംഗ് ഒരു വിഷ്വലൈസേഷൻ ടൂൾ ആണ്. അതായത് പവർ ബി ഐയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഡേറ്റകൾ വിഷ്വലൈസ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡേറ്റകൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് മറ്റു സ്ഥലത്തുള്ള ഡേറ്റകളെയൊക്കെ നമുക്ക് നമ്മുടെ ഈ ടൂളിലേക്ക് കൊണ്ടുവരാം. നമുക്ക് റിയൽ ടൈം അനലിറ്റിക്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഇ-കൊമേഴ്സ് സൈറ്റ്, നമ്മുടെ ഒരു കമ്പനി ഒരു ഓൺലൈൻ വഴി സെല് ചെയ്യുന്ന കമ്പനിയാണ്. നമുക്ക് ആ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ കിട്ടണേ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീഫണ്ട് വരുന്നത്. ഇതെല്ലാം ഒറ്റൊരു ഡാഷ്ബോർഡിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ എവറിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി ഈസിലി. എസ്പെഷ്യലി നമ്മളൊരു ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് ഈ ഡാഷ്ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് റിയൽ ആയിട്ടുള്ള കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടും. അതനുസരിച്ചുള്ള കറക്റ്റ് ഡിസിഷൻസ് എടുക്കാം. അതാണ് ബിസിനസ് ഇന്റലിജൻസ് ടൂൾ എന്ന് തന്നെ പറയുന്നത്, പവർ ബി ഐ എന്ന് പറയുന്നത്. ഒരുപാട് അനലിറ്റിക്സ് ഉണ്ട്, ആക്സസിബിലിറ്റി ആണ്, സെക്യൂരിറ്റി ഉണ്ട്, സ്കെയിലബിലിറ്റി ഉണ്ട്, കോസ്റ്റ് എഫക്റ്റീവ്. ഇതൊക്കെയാണ് പവർ ബി ഐയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കറിയാം ഡേറ്റ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഒരുപാട്. എന്താണ് ഈ ഡേറ്റ? നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡേറ്റ. അപ്പൊ ഈ ബിസിനസ് അനലിസ്റ്റിൽ അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റിൽ നമ്മൾ ബേസിക്കലി എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക? ഡേറ്റ എന്ന് പറഞ്ഞിട്ടാ നമുക്കിപ്പോ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണെങ്കിൽ അവരുടെ ഡേറ്റ എന്ന് പറഞ്ഞിട്ടാ അവർ കോഴ്സിന് എൻക്വയറി നടത്തുന്നുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ എക്സാമിന്റെ കാര്യങ്ങൾ ഉണ്ടാവും.
ഇതൊക്കെയാണ് അവരുടെ ഡേറ്റ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സ് ആണ്, ഒരു ഓൺലൈൻ ഇ കൊമേഴ്സ് ആണെങ്കിലോ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വാങ്ങുന്നത്, അതിന്റെ പ്രൈസ്, ഓഫർ, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കസ്റ്റമർ, സേവിങ് അക്കൗണ്ട് എത്ര പേരുണ്ട്, എത്ര ലോൺ എത്ര പേര് എടുത്തിട്ടുണ്ട്, എത്ര പേര് ഡിഫോൾട്ടേഴ്സ്, ഇതൊക്കെയാണ് ഓരോ ഡേറ്റകൾ എന്ന് പറയുന്നത്. ഓരോ സ്ഥാപനത്തിന്റെ നമുക്കിപ്പോ ഒരു 1000 ഡേറ്റ, 500 ഡേറ്റ ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഒരു 5 ലക്ഷം ഡേറ്റ, 10 ലക്ഷം ഡേറ്റ വരുമ്പോഴാണ് അവിടെയാണ് ഈ ബിസിനസ് അനലിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റിന്റെ ഒക്കെ റോള് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ട് ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ടൈം ആയിരിക്കും. എന്താണ് ബിസിനസ് അനലിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഡേറ്റ അനലിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഡേറ്റ സയൻസ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയണത് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് ഈ എക്സല്, പവർ ബി ഐ, ഇങ്ങനത്തെ കുറച്ച് ടൂളുകൾ വിത്തൗട്ട് കോഡിങ്, അങ്ങനത്തെ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റകളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ലെവലാണ് എന്ത്, ഡേറ്റ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, മറ്റേ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് പോയിന്റിലുള്ള ഡിസ്കഷൻസും ഡാഷ്ബോർഡുകളും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. കുറച്ചും കൂടി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് ഒരു പ്രോഗ്രാമിംഗ്, പൈത്തണും അല്ലെങ്കിൽ SQL ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഡേറ്റ സയൻസ് പറയുന്നത് ഇതിന്റെ ഒരു ഏറ്റവും ഹൈ ലെവലാണ്. അതായത് മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI-ലും മെഷീൻ ലേണിംഗ് ഒക്കെ വെച്ച് ഒരുപാട് ഡേറ്റയിൽ തന്നെ പലതരം ഡാഷ്ബോർഡുകളും പലതരം AI ടൂളുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഓട്ടോമേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡേറ്റ സയൻസ് എന്നുള്ളത്. അപ്പൊ അതൊരു പ്രോഗ്രാമേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കലി അത്ര സ്കില്ലുള്ളവർക്ക് പറ്റിയതാണ് എന്ത്, ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഏരിയ. ബാക്കി ഡേറ്റ അനലിസ്റ്റും ബിസിനസ് അനലിസ്റ്റും ഒരു വലിയ നിങ്ങൾക്ക് നോൺ കോഡിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും പഠിച്ചെടുത്ത് ചെയ്യാവുന്ന ഒരു സാധനമാണ് എന്ത്, ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ്. അപ്പൊ ബേസിക്കലി നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഒരു ഡേറ്റ എന്താണ്, ഇൻഫോർമേഷൻ ടെക്നോളജി, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, കമ്പ്യൂട്ടർ ബേസ്, ഇതെല്ലാത്തിനും കൂടി കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഡേറ്റയും വിഷ്വലൈസേഷനും. ഇതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പവർ ബി ഐക്ക് എന്താണ് കോഡിംഗ് വേണമെന്ന് ചോദിച്ചേക്കുന്നത്. ഡസ് പവർ ബി ഐ റിക്വയർ കോഡിംഗ്? ഇതൊരു യൂസർ ഫ്രണ്ട്ലി, ആക്സസിബിൾ ടു വൈഡ് റേഞ്ച് ഓഫ് യൂസേഴ്സ് ഇൻക്ലൂഡിംഗ് ദോസ് വിത്തൗട്ട് കോഡിംഗ് സ്കിൽ. പവർ ബി ഐ ഉപയോഗിക്കുന്നതിനും പവർ ബി ഐയിൽ ഡാഷ്ബോർഡ് ഉണ്ടാക്കുന്നതിനും കോഡിംഗ് വേണ്ട. നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ്. ബേസിക്കലി പവർ ബി ഐയിൽ എന്തൊക്കെയുണ്ട്, കൊറി എഡിറ്റർ ഉണ്ട്, പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പവർ ബി ഐ ഓൺലൈൻ ഉണ്ട്, അതേപോലെ തന്നെ ഡേറ്റ അനാലിസിസ്, എക്സ്പ്രഷൻ, ഡാക്സ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ ഒരു അടുത്തടുത്ത ലേറ്റസ്റ്റ് വെർഷൻസുകളാണ്. ഓക്കെ, എന്താണ് ഒരു കമ്പനി? ഇനി ഒന്നും കൂടി ഞാൻ പറയണു, ആരെങ്കിലും പവർ ബി ഐ ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ അതിന്റെ ലൈവ് ആയിട്ടുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിന്റെ ലൈവ് വർക്ക്ഷോപ്പ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും, ഇത് കഴിയും. ഇനി കമ്പനി സ്കോർ എക്സ്പെക്ടേഷൻ ഫ്രം ഡേറ്റ. എന്താണ് കമ്പനി, അതായത് മിക്ക കമ്പനികളിൽ എന്തൊക്കെ തരം വേക്കൻസിയാണ് ഉള്ളത്? ഡേറ്റ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ വിഷ്വലൈസേഷൻ, റിപ്പോർട്ടിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ്, പ്രോബ്ലം സോൾവിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടെക്നിക്കൽ പ്രൊഫഷൻസി, ബിസിനസ്, ഇതൊക്കെയാണ് മിക്ക കമ്പനിയുടെയും എന്ത് പറയണത്, അവരുടെ റെസ്പോൺസിബിലിറ്റി. ബേസിക്കലി എന്താണ് ഒരു ഡേറ്റ അനലിസ്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? അവരെന്താ ചെയ്യണ, കൺവേർട്ടിംഗ് ടാബുലർ ഡേറ്റ ഇൻടു മീനിങ് റിപ്പോർട്ട് ആൻഡ് ഡാഷ്ബോർഡ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇ കൊമേഴ്സ് കമ്പനിയുടെ ഒരു 10 ലക്ഷം ഡേറ്റ ഉണ്ട്. ഈ 10 ലക്ഷം ഡേറ്റ കണ്ടു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഈ ഡേറ്റകൾ ഇത് ടാബുലർ ഫോർമാറ്റിലായിരിക്കും കിടക്കണല്ലേ, എക്സലായിരിക്കും കിടക്കണല്ലേ. ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റ്, എത്ര പ്രൊഡക്റ്റുകൾ വാങ്ങി, ഏതൊക്കെ ലൊക്കേഷനിൽ നിന്ന് വാങ്ങി, അല്ലെങ്കിൽ എന്തോരം ക്വാണ്ടിറ്റി വാങ്ങി, അല്ലെങ്കിൽ എത്ര റീഫണ്ട് ഉണ്ടായി, എത്ര ഇത് ഒരുപാട് ഡേറ്റകൾ, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നമ്മളെ പോലുള്ള ഡേറ്റ അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റുകൾ ഈ ടാബുലർ ഡേറ്റയിൽ കിടക്കുന്നതിനെ ഒരു മീനിങ് ഫുൾ ഡാഷ്ബോർഡിലാക്കി കഴിയുമ്പോൾ ഈവൻ ലേമാൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആ രീതിയിൽ ഇതിനെ ഡാഷ്ബോർഡിലാക്കി മാനേജ്മെന്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റും ഇന്റലിജന്റ് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്ത് അവർക്ക് ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ആക്കി കൊടുക്കലാണെന്ന് ഒരു ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റിന്റെ റോൾ പറയുന്നത്. നമുക്കറിയാം പവർ ബി ഐയും എക്സൽ, അതായത് എക്സലിന്റെ ഒരു അടുത്ത അഡ്വാൻസ് വെർഷൻ ആണ് എന്ത്, പവർ ബി ഐ എന്ന് പറഞ്ഞാൽ. നമുക്ക് എക്സലിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഡേറ്റകൾ കൈകാര്യം ചെയ്യാൻ. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്, ഇതിനകത്തെ ലിമിറ്റേഷൻസ് ഇല്ല, നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഡേറ്റ കൈകാര്യം ചെയ്യാം. അതേപോലെ ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവർ ബി ഐയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ഇന്ററാക്റ്റീവ് ഡൈനാമിക് ഡാഷ്ബോർഡ് ഉണ്ട്. പക്ഷെ എക്സലിൽ വളരെ
സ്റ്റാറ്റിക് ചാർട്ട്സും ഗ്രാഫുകളും ഒരു മിനിമം സംഭവമാണുള്ളൂ. ഡാറ്റ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി, എഫിഷ്യന്റ്ലി പ്രോസസ് ലാർജ് ഡാറ്റ സെറ്റ്. പക്ഷെ എക്സൽ വരുമ്പോൾ എന്താണ് സ്ട്രഗിൾ വിത്ത് വെരി, അതായത് കുറച്ച് ഡാറ്റ, ഒരുപാട് 10 ലക്ഷം ഡാറ്റകളാണ് ഒരേ സമയം അവർക്ക് അതിന് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് റിയൽ ടൈം അനാലിസിസ് കിട്ടും. അതേപോലെ അഡ്വാൻസ് ഡാറ്റ കണക്ടിവിറ്റി, അതായത് നമുക്ക് പല തരത്തിലുള്ള ഡാറ്റ സോഴ്സുകൾ നമുക്ക് പവർ ബി ഐയിൽ കണക്ട് ചെയ്യാം. നമുക്ക് ഡാറ്റാ ബേസ്ഡ് ഡാറ്റ കണക്ട് ചെയ്യാം, എക്സലിൽ നിന്ന് കണക്ട് ചെയ്യാം, ഒരുപാട് സോഴ്സ് കണക്ട് ചെയ്യാം. പക്ഷെ ഈ എക്സൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, വളരെ ലിമിറ്റഡ് സോഴ്സുകളിൽ നിന്ന് മാത്രമാണ് ഇത്. അതേപോലെ ഈസി ടു യൂസ് ആണ് പവർ ബി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെരി ഈസി ടു യൂസ് ആണ്. അതിന് പ്രത്യേകിച്ച് കോഡിംഗ് ഒന്നും വേണ്ട. പക്ഷെ ഇവിടെ എന്താണ്, കുറച്ചും കൂടി എക്സലിൽ കുറച്ചും കൂടി ടെക്നിക്കൽ ഫോർമുല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അതാണ് പവർ ബി ഐ വേഴ്സസ് എക്സൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോ മാർക്കറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളാണ് പവർ ബി ഐ, ടാബ്ലു ആൻഡ് ലുക്കർ. പവർ ബി ഐ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം മൈക്രോസോഫ്റ്റിന്റെ ആണ്. അതേപോലെ തന്നെ ടാബ്ലു എന്ന് പറയുന്നത് ആരുടെയാണ്, സെയിൽസ് ഫോഴ്സിന്റെ ആണ് ടാബ്ലു. ലുക്കർ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ആണ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പും ഏറ്റവും കൂടുതൽ കമ്പനി ഉപയോഗിക്കുന്നതും എല്ലാം പവർ ബി ഐ ആണ്. ഇത് പവർ ബി ഐ എന്ന് പറയുന്നത് ഫ്രീ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് പറയാം. ടാബിളും ലുക്കറൊക്കെ കുറച്ച് ഫ്രീ ഉണ്ടെങ്കിലും പക്ഷെ കുറെ സർവീസുകൾ ഉപയോഗിക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം, കുറച്ചും കൂടി ചാർജ് കൊടുക്കണം. ഇത് മൈക്രോസോഫ്റ്റിന്റെ ആയതുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. ഈവൻ മൈക്രോസോഫ്റ്റിന്റെ എല്ലാ പ്രൊഡക്റ്റുകളായിട്ടും മറ്റു പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഈസി ടു യൂസ് ആണ്. കുറച്ചും കൂടി നമുക്ക് സീംലെസ് ഇന്റഗ്രേഷൻ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ ഇതൊരു യൂസർ ഫ്രണ്ട്ലിയാണ്, കുറച്ചും കൂടി ഡാറ്റ കണക്ടിവിറ്റി ഉണ്ട്. എ ഐ ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. ഇതിൽ എ ഐ നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, എ ഐ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളാണ് പവർ ബി ഐ. നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണമെങ്കിൽ ഒരുപാട് ഡാറ്റ സെറ്റുകൾ കിട്ടും. അത് കിട്ടുന്ന കുറെ സൈറ്റുകളാണ് ഇത്. kaggle.com, ഡാറ്റ ഗവൺമെന്റ്, ഡാറ്റ ഹബ് എന്നൊക്കെ പറഞ്ഞ സൈറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ യു ക്യാൻ ഡൗൺലോഡ് ലോട്ട് ഓഫ് ഡാറ്റ സെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡാറ്റ വർക്ക്സ്, ഹൗ ഡാഷ്ബോർഡ് വർക്ക്സ്. സോ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഫ്രീ സാമ്പിൾ പ്രൊജക്ട്സ്. അതേപോലെ ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് ഈ പവർ ബി ഐ, എല്ലാത്തരം ടെക്നോളജി ഇൻഡസ്ട്രിയിലെ, ഫൈനാൻസ് ഇൻഡസ്ട്രി, റീറ്റെയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ, എനർജി, ഫാർമസ്യൂട്ടിക്കൽ, ഇത് ഏത് ഇൻഡസ്ട്രി തൊട്ടെ നമുക്ക് ഇതിന് സ്കോപ്പ് ഉണ്ട്. കാരണം ഓരോ ദിവസവും ചെല്ലുന്തോറും ഇന്റർനെറ്റ് ആൾക്കാർ യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും ചെല്ലുന്തോറും ഡേറ്റകൾ കൂടിക്കൊണ്ടിരിക്കുന്നതല്ല. എല്ലാവരും ഓൺലൈനിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ഇന്റർനെറ്റിന്റെ ഡേറ്റകൾ ഇങ്ങനെ ആവശ്യങ്ങൾ കൂടി വരണം. അപ്പൊ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളതും ഇനി സ്കോപ്പ് കൂടാൻ പോകുന്ന ഒരു മേഖലയാണ് എന്ത്, ഡാറ്റ അനാലിസിസ്, അല്ലെങ്കിൽ ഡാറ്റ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ബിസിനസ് അനാലിസിസ്. ഇനി നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡാറ്റ, അതായത് ഫൈനാൻഷ്യലി ഡാറ്റ, നിങ്ങളിപ്പോ ഒരു അക്കൗണ്ടിങ് ഒക്കെ ആണ്, ബികോം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലെവലിലുള്ള ഡാറ്റ അനലിസ്റ്റ് ജോബുകൾ കിട്ടും. മാർക്കറ്റിംഗ് അനലിസ്റ്റ് ഉണ്ട്. എല്ലാ മേഖലയിലും ഇനി ഈ എന്താ പറയുക, ഈ സ്കില്ല് ആവശ്യമാണ്. ഏത് മേഖല, ബാങ്കിങ് ചെന്ന് നോക്കുക, നിങ്ങൾക്ക് ബാങ്കിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിങ്ങിന് അനലിസ്റ്റിന്റെ ഈ ടൂളാണ് ഉപയോഗിക്കുന്നത്. ഈ വിഷ്വലൈസേഷനും ഈ ബിസിനസ് അനലിസ്റ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരുടെ ഡേറ്റയും അവർ എന്ത് ചെയ്യണേ, അനലൈസ് ചെയ്യുന്നതും ഇന്റലിജന്റ് ഇൻഫോർമേഷൻസ് എടുക്കുന്നതും അങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് അതല്ലാണ്ട് വേറെ തരം ജോബ് ഒന്നും, പവർ ബി ഐ ഡെവലപ്പർ ഉണ്ട്, ബിസിനസ് ഇന്റലിജൻസ് അനലിസ്റ്റ് ഉണ്ട്, അത് ഡാറ്റ അനലിസ്റ്റ് ഉണ്ട്, ബിസിനസ് അനലിസ്റ്റ് ഉണ്ട്, പവർ ബി ഐ കൺസൾട്ടന്റ്, ഡാറ്റ സയന്റിസ്റ്റ് ഉണ്ട്, ഡാറ്റ എഞ്ചിനീയറിംഗ്, ഇങ്ങനത്തെ പലതരം പ്രൊഫൈലുകൾ അവൈലബിൾ ആണ്. നമുക്കറിയാം ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കിൽ, ടെക്നോളജി, പ്രാക്ടീസ് ഫോർ കണ്ടിന്യൂസ് ഡെവലപ്പിംഗ് ന്യൂ ഇൻസൈറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ബിസിനസ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അത് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടാ ഈ ഡേറ്റകൾ എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ബിസിനസിന്റെ പ്രോബ്ലംസ് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡുകൾ മനസ്സിലാക്കുന്നു, അതനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റും. അവർ വെറുതെ എന്തെങ്കിലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ഡേറ്റ എടുത്തിട്ടുള്ള റിയൽ ഡേറ്റ, അവരുടെ കയ്യിലുള്ള ഡേറ്റ എടുത്തിട്ടുള്ള അനാലിസിസ് നടത്തുമ്പോൾ ആക്യുറസി റേറ്റ് എന്ന് പറയുന്നത് 90% അവർക്ക് ഒരു ആക്യുറസി ഉണ്ടാവും, അതിന്റെ ഒരു കറക്റ്റ്നെസ് ഉണ്ടാവും. ഓക്കെ. ഈ ബിസിനസ് അനലിറ്റിക്സ് ഇന്നും തുടങ്ങിയതല്ല, വളരെ പണ്ട് തൊട്ട്. ആദ്യം ഇത് തുടങ്ങിയത് എവിടെ, വേൾഡ് വാർ 2 അവർക്ക് ഒരുപാട് ഡേറ്റകൾ എടുത്തൊക്കെ അറിയാൻ പറ്റും എവിടെ എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം എന്നുള്ളത്. പണ്ടേ തൊട്ട് ഡേറ്റ അനാലിസിസ്, ബിസിനസ് അനലിസ്റ്റ് ഉണ്ട്, അനാലിസിസും ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറെ കൂടി ടൂളുകളും കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ട് അതിനെല്ലാവരും കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അതേപോലെ സിഗ്നിഫിക്കൻസ് ആൻഡ് യൂസേജ് ഓഫ് ബിസിനസ്, അതായത് നിങ്ങൾക്ക് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാം. അതാണ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ?
നമ്മൾ ഒരു വർഷത്തെ ഡേറ്റ് എടുത്തിട്ട് ആ ഡേറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ്. അപ്പൊ എനിക്ക് ഒരു വർഷം ഞാനൊരു നമ്മുടെ അഡ്മിഷന്റെ ഒക്കെ ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ പറ്റും. എനിക്ക് 90 ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്നത് എറണാകുളം, തൃശ്ശൂരാണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്കറിയാൻ പറ്റും എന്റെ 90% അഡ്മിഷൻ വരുന്നതും ഈ 2 ജില്ലയിലാണ്. അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇവിടെ വരുന്നത്. അപ്പൊ വേണമെങ്കിൽ എനിക്കൊരു ഡിസിഷൻ എടുക്കാം. ഒന്നല്ലെങ്കിൽ എനിക്ക് ഈ 2 സ്ഥലത്തും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ മാർക്കറ്റിംഗ് കുറയ്ക്കാം. കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് ബിസിനസ് വരുന്നുണ്ട്. നമ്മുടെ ആ ബഡ്ജറ്റ് എടുത്തിട്ട് ബിസിനസ് ഇല്ലാത്ത ജില്ലയിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ അലോട്ട് ചെയ്തോട്ട് അവിടുന്ന് കൂടുതൽ ബിസിനസ് കൊണ്ടുവരാൻ നോക്കാം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നമുക്ക് ഇവിടുന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ബിസിനസ് കൂട്ടാം. ബിസിനസ് ഇല്ലാത്ത ജില്ലകളിൽ നമുക്ക് വേണമെങ്കിൽ ക്യാമ്പയിൻ സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഇപ്പൊ എല്ലാം നിങ്ങൾ എടുത്ത് നോക്കിക്കോ, എന്തും ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ തൊട്ട് ഓരോ ഇലക്ഷന്റെ തൊട്ട് എല്ലായിടത്തും നമുക്ക് ഡേറ്റ അനാലിസിസ് ഉണ്ട്. IPL നിങ്ങൾ കാണുന്ന എല്ലാവരും TV ഒക്കെ കാണുമ്പോൾ ഇലക്ഷന്റെ ആയാലും ഡാഷ്ബോർഡ് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ അതൊക്കെ ഉപയോഗിക്കുന്ന അതിന്റെ പുറകിലൊക്കെ ഡേറ്റ സയൻസ്, ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ വിഷ്വലൈസേഷൻ ആണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് അവർ പലതും പ്രഡിക്റ്റ് ചെയ്യുന്നത്, പല കാര്യങ്ങളും പ്രഡിക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനൊരു ആക്യുറസി റേറ്റ് ഭയങ്കര കൂടുതലാണ്. കാരണം അവർ ഡേറ്റ എടുത്തിട്ടാണ് അവർ അതിനെ അനാലിസിസ് ചെയ്തിട്ട് അതിന്റെ ഒരു പാറ്റേൺ നോക്കിയിട്ടാണ് അത് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ നമുക്ക് ഇതിന്റെ എന്നിട്ട് പറയാം, നമുക്ക് ഇത് ഉപയോഗിച്ചാൽ കൂടുതൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാം, മാർക്കറ്റ് ഷെയർ കൂട്ടാം, ഓവറോൾ കോസ്റ്റ് കുറയ്ക്കാം. മനസ്സിലായോ? നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഒക്കെ മോണിറ്റർ ചെയ്യാം. ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. നമുക്ക് എടുക്കുന്ന ഡിസിഷൻസ് ആയാലും നമുക്ക് വളരെ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനിയും ഇതിലുള്ള ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ കിട്ടണം നല്ല ഡേറ്റ ആയിരിക്കണം. കാരണം ഇതിന്റെ ഡേറ്റയുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ അറിയില്ല. ചിലപ്പോൾ ചീത്ത ഡേറ്റ ആണെങ്കിൽ, നോൺ റിലയബിൾ ഡേറ്റ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിനെ റിവേഴ്സ് ആയിട്ടും ബാധിക്കാം. ഓക്കെ, അതേപോലെ തന്നെ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് അറിയാലോ. എക്സൽ ആണ് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ബേസിക് അല്ലെ. എക്സലിൽ നിന്നാണ് എക്സലിന്റെ അടുത്തൊരു വെർഷൻ ആണ് എന്ന് പറയുന്നത് പവർ BI എന്ന് പറഞ്ഞത്. അതേപോലെ ബിസിനസ് അനലിറ്റിക്സ് പ്രോസസ് നിങ്ങൾക്കറിയാം. ബിസിനസ്സിന് ഡേറ്റ കളക്ട് ചെയ്യണം, ഡേറ്റകൾ അനലൈസ് ചെയ്യണം, അതേപോലെ അതിന് പ്രെഡിക്റ്റ് ചെയ്യണം, അതേപോലെ അത് സൊല്യൂഷൻ കൊടുക്കണം, മേക്ക് എ ഡിസിഷൻ, അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു റൊട്ടേഷൻ ആണ്. ഇത് ഇങ്ങനെ എപ്പോഴും ഡേറ്റകൾ വന്നുകൊണ്ടിരിക്കുക, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് അതിന്റെ ഒരു പ്രോസസ്. അതുപോലെ കമ്പോണൻസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ് നിങ്ങൾക്കറിയാം. ആദ്യം നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണം, അതിന്റെ ഡേറ്റ മൈനിങ്, ടെക്സ്റ്റ് മൈൻ, അതിന്റെ ഫോർകാസ്റ്റ് ചെയ്യണം. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് നമുക്ക് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മുടെ അതിൽ തന്നെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, വീണ്ടും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഇതിനെ പ്രാക്ടിക്കലി നമ്മൾ അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മൾ പവർ BIയിൽ വർക്ക്ഷോപ്പ് ലൈവായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഓരോ സ്റ്റെപ്പും എടുത്തെടുത്തിട്ടായിരിക്കും ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ BI എടുക്കുക. എല്ലാവരും പവർ BI എടുക്കുക. വളരെ സ്ലോലി ചെയ്യുള്ളൂ, പേടിക്കണ്ട. ഓരോരുത്തർ കുറച്ച് ആപ്ലിക്കേഷൻ കുറച്ച് ഒരു ലെങ്തി എടുക്കുന്നതാണ്. അപ്പൊ എല്ലാവരും പവർ BI എടുക്കുക. എല്ലാവരും പവർ BI എടുത്തതിന് ശേഷം, എല്ലാവരും എടുത്തു എന്ന് വിചാരിക്കുന്നു, ഇങ്ങനെ ഒരു വിൻഡോ ആർക്കൊക്കെ കിട്ടിയവർ ചാറ്റില് ഓക്കെ അടിക്കുക, ഡൺ അടിക്കുക. ഇങ്ങനെ വിൻഡോ വന്നവർ, ഇനി കിട്ടാത്തവർ പേടിക്കണ്ട കേട്ടോ. അവരെല്ലാവരും കിട്ടാത്തവർ പേടിക്കണ്ട, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾ ഇത് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ഒരു 3 പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഒന്ന്, ഇത് ആരെങ്കിലും എവിടെയെങ്കിലും എല്ലാവരും എടുത്തു എന്ന് വിചാരിക്കണം കേട്ടോ. എല്ലാവരും ഈ ടൂൾ എടുക്കുക. ഞാൻ വളരെ പയ്യെ പോവുള്ളൂ, നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, ഈ ഏരിയ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ 3 ഭാഗങ്ങൾ കാണാം. ഒന്ന് ഡേറ്റ, 2 അതിന്റെ വിഷ്വലൈസേഷൻ, 3 ഫിൽട്ടർ. അതായത് ഇതാണ് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
ഓക്കെ, നമ്മൾ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരും, നമ്മൾ ചെയ്യും. ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് നോട്ട് ചെയ്ത് വെച്ചോളൂ വേണമെങ്കിൽ. ഒന്ന് ഡേറ്റ, പിന്നെ വിഷ്വലൈസേഷൻ, പിന്നെ ഫിൽട്ടർ. ഇനി നിങ്ങൾ ഈ സെന്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സെന്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടോ, നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റിലുള്ള ഡേറ്റ കൊണ്ടുവരേണ്ടത് ഇവിടേക്കാണ്. അതാണ് ആഡ് ഡേറ്റ ടു, എന്താ പറഞ്ഞിരിക്കുന്നത്, ആഡ് ഡേറ്റ ടു യുവർ റിപ്പോർട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഞാൻ ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും നിങ്ങൾ ചാറ്റിൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് ഇടാമോ? ഇത്ര നേരം ഞാനൊരു ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് ഞാൻ ഇത്ര നേരം പറഞ്ഞ, എന്താണ് ഡേറ്റ? നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ? കിട്ടിയവർ ഒന്ന് ചാറ്റിൽ ഇടാം പ്ലീസ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സെഷൻസ് ഇതുവരെ ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഇടാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എക്സലന്റ്. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ഡേറ്റ ഇടുന്നത്. അതേപോലെ തന്നെ ഉള്ള ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും 3 കാര്യങ്ങളുണ്ട്. റിപ്പോർട്ട് വ്യൂ, അതേപോലെ ടേബിൾ വ്യൂ, അതേപോലെ മോഡൽ വ്യൂ, അതേപോലെ ഡാക്സ് ക്വറി വ്യൂ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങൾ കാണാം. ഞാൻ വളരെ സ്ലോലി എടുക്കുന്നുള്ളൂ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്യിപ്പിച്ചിട്ട് ഇതാണ് ഈ വ്യൂ. നിങ്ങൾ സാധാരണ എക്സൽ ഷീറ്റ് കണ്ട പോലെ ഇവിടെ നമുക്ക് പേജ് വ്യൂ 1 ഉണ്ട്. അതവിടെ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത പേജ് വ്യൂ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ സൈസ് കൂട്ടണമെങ്കിൽ കണ്ട എക്സൽ ഷീറ്റ് പോലെ കണ്ട ഇതിന്റെ സൂം ഇൻ സൂം ഔട്ട് ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇതിപ്പോ ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്. ഇനി നിങ്ങൾക്ക് മൊബൈൽ വ്യൂ ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത മൊബൈൽ വ്യൂ കാണാം. താഴെ കേട്ടോ എന്റെ മൗസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഇതാണ് അതിന്റെ ഒരു ഞാനൊരു ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളിന്റെ ഒരു ബേസിക് കാര്യമാണ് കാണിച്ചു തന്നെ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഇതിന്റെ ഡേറ്റനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഇതുണ്ടാക്കാൻ പോകണം. എന്തുണ്ടാക്കാൻ പോകുന്നു? ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാക്കാൻ പോകണം, ഡേറ്റ വിഷ്വലൈസേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ട ഇമ്പോർട്ട് ഡേറ്റ ഫ്രം എക്സൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നായാലും ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ഡേറ്റ ഫ്രം എക്സൽ ബുക്ക് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പല സോഴ്സിൽ നിന്നും ഡേറ്റ എടുക്കാം. ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് എവിടെ നിന്നാണ്? ഇവിടെ ഇ കൊമേഴ്സ് ഡേറ്റയാണ്. നമ്മൾ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ അടിക്കാം. എല്ലാവരും അത് ചെയ്യാം. കുറച്ച് അത് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊരു ഹെവി ടൂളാണ്. ഇങ്ങനെ കുറച്ച് ഒരു 50,000 ഡേറ്റ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനെ ലോഡ് ചെയ്യാൻ അതിന് ഒരു സമയമുണ്ട്. ചിലവരിൽ പെട്ടെന്ന് വരും, ചിലവരിൽ 2 മിനിറ്റ് എടുക്കും, 5 മിനിറ്റ് എടുക്കും. ഒരു പ്രശ്നവും ഞാൻ വെയിറ്റ് ചെയ്യാം. എല്ലാവരും നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന എക്സല് ഇവിടേക്ക് ഡൗൺലോഡ് ചെയ്യാം. കണ്ട, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 3 എണ്ണം കാണാൻ പറ്റും. അതിൽ ഓർഡേഴ്സ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യേണ്ടത് എന്താണ്? ഓർഡേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ട, ആ ഡേറ്റകൾ ഇവിടെ കാണാം. അത് ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓർഡേഴ്സ് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ പീപ്പിൾ ഉണ്ട്, റിട്ടേൺസ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. എന്ത് മാത്രമേ ചെയ്യാവൂ? ഓർഡേഴ്സ് മാത്രമായിരിക്കണം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ലോഡ് ക്ലിക്ക് ചെയ്യുക. അത് ലോഡ് വരാൻ കുറച്ച് സമയമെടുക്കും. സമയമെടുത്ത് ലോഡ് വരും. വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വരട്ടെ, ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50,000 ഡേറ്റയാണത്. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ പേഷ്യൻസ് ഉണ്ടാവണം, വെയിറ്റ് ചെയ്യണം. ഞാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും, ഡോണ്ട് വറി. കണ്ട, 51,290 ഡേറ്റ ഉണ്ടായി. അത്രയും ഡേറ്റ ഇവിടെ എന്തായി? ഇപ്പൊ ഈ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡായി. ആ ഡേറ്റ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, റൈറ്റ് സൈഡിൽ കണ്ടോ, ഡേറ്റ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ടേബിൾ ആണ്. അതാണ് ആ ഡൗൺലോഡ് ചെയ്യുന്നത്. വരുന്നത് എവിടെയാ? ഈ ഡേറ്റ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്.
അപ്പൊ ആരൊക്കെ ഡേറ്റ പവർ ബി ഐയിലേക്ക് ഡൗൺലോഡ് ചെയ്തവര് ഒന്ന് ഡൺ അടിക്കുക. രണ്ട് പേര് ഡൗൺലോഡ് ചെയ്തു, 3 പേര് ഡൗൺലോഡ് ചെയ്തിട്ടോ. എക്സലന്റ്, എക്സലന്റ് ആണ്. നിങ്ങളെല്ലാം ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ബിസിനസ് അനലിസ്റ്റുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവാൻ താല്പര്യമുള്ളവരാണ്. 3 പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അവര് 4 പേര് ഡൗൺലോഡ് ചെയ്തു. ശ്യാം ഇപ്പൊ ഡൗൺലോഡ് ചെയ്തു, ഹർഷ ഡൗൺലോഡ് ചെയ്തു, 5 പേര് ഫാത്തിമ ഡൗൺലോഡ് ചെയ്തു. വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വെരി ഇൻട്രസ്റ്റിംഗ് ആണോ, നിങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞതാണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത്യാവശ്യം പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൊബൈലിലൂടെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാത്തവരോ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഒക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കട്ടെ. ഡോണ്ട് വറി, ആഫ്റ്റർ ദ വെബിനാർ, ആഫ്റ്റർ ദ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് തന്നെ വീണ്ടും വീണ്ടും ഇത് ചെയ്യാവുന്നതാണ്. ക്ലിയർ? അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് വരുന്നത് ഇവിടെയാണ്. അതായത് നിങ്ങളുടെ എക്സലിൽ എടുക്കുന്ന ഡേറ്റയെ പവർ ബി ഐയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വരുന്നത് ഈ സ്ഥലത്താണ്. ഇതിനാണ് ഡേറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ അതിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഈ ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. കണ്ടോ എത്ര കോളംസ് ഉണ്ടെന്നുള്ളത്? കണ്ടോ, കാറ്റഗറി, സിറ്റി, അത് നിങ്ങൾക്ക് ഇവിടെയും കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ ടേബിൾ വ്യൂ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം. കണ്ടോ, ഈ ഡേറ്റയിൽ ഇവിടെ മൊത്തത് എന്തായി കാണേണ്ട എല്ലാ ഡേറ്റയും നിങ്ങൾക്ക് ഇവിടെയും കാണാം. ടേബിള്, റോ ഐ ഡി, ഷിപ്പ് ഡേറ്റ് എല്ലാം ഉണ്ട്. ഇനി നിങ്ങൾക്ക് അതിന്റെ അതേപോലെ തന്നെ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്ക് വരും. കണ്ടോ, ഇവിടെ റിപ്പോർട്ട് വ്യൂ ക്ലിക്ക് ചെയ്താൽ ഇത് വരും. ഇവിടെ നിങ്ങൾക്ക് ടേബിൾ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് വരും. കണ്ടോ, എന്താണോ എക്സൽ ഷീറ്റിൽ നിങ്ങൾ എന്താണോ കണ്ടത് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ. കണ്ടോ, ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടില്ലേ 51,290 ഡേറ്റ ഉണ്ട്. ക്ലിയർ ആയോ? ഈ ഡേറ്റയെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഈ ഡേറ്റയെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതാണ് നമുക്ക് പവർ ബി ഐ വെച്ചിട്ട് വെരി ഈസിലി നമുക്ക് ഡേറ്റ വിഷ്വലൈസേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡേറ്റകളെ കുറിച്ച് കുറച്ച് ഓർഡർ ഐ ഡി ഉണ്ട്, ഷിപ്പ് ഡേറ്റ് ഉണ്ട്, ഷിപ്പ് മോഡ് ഉണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾ ഷിപ്പ് മോഡ് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഏതൊക്കെ ഷിപ്പ് മോഡ് ഉണ്ട്. കണ്ടോ, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെയിം ഡേ ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്. ക്ലിയർ? അതുപോലെ കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, സെഗ്മെന്റ് ഉണ്ട്. ഇതൊക്കെ അതൊരു ഇ കൊമേഴ്സ് ഡേറ്റയാണ്. ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും എത്രയോ സ്റ്റേറ്റ് എന്നുള്ള ബിസിനസ് അത് കണ്ടോ. ഓക്കെ, അങ്ങനത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ കൺട്രി, ഇവിടെ കൺട്രിയിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും എത്ര കൺട്രി ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ തൊട്ട് ഒരുപാട് രാജ്യങ്ങൾക്കുള്ള ഡേറ്റ ഉണ്ട് അതിന്. ഇതൊരു ഇ കൊമേഴ്സിന്റെ ഇതാണ് കേട്ടോ. അതേപോലെ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഏതൊക്കെ മാർക്കറ്റ് ആണ്. ഇവിടെ ആഫ്രിക്കൻ മാർക്കറ്റ് ഉണ്ട്, കാനഡ ഉണ്ട്, EU എന്നൊക്കെ പറഞ്ഞു മാർക്കറ്റ് ഉണ്ട്. അതേപോലെ റീജിയൺ ഉണ്ട്, കാറ്റഗറി ഉണ്ട്. ഏതൊക്കെ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. എത്ര കാറ്റഗറി ഉണ്ട്? ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്, ഓഫീസ് സപ്ലൈ ഉണ്ട്, ടെക്നോളജി ഉണ്ട്. ക്ലിയർ ആയോ? ഇതാണ് ഇങ്ങനത്തെ ഒരു ഡേറ്റയാണ് ഇത് ബേസിക്കലി. ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ റിപ്പോർട്ട് വ്യൂ എടുക്കണം, കിട്ടും. ഇത് കിട്ടും. ഇവിടെ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഡേറ്റ വന്നു. ക്ലിയർ ആയോ? ഇതുവരെ മനസ്സിലായ ഒരു തംസപ്പ് അല്ലെങ്കിൽ ഓക്കെ എന്ന് അടിക്കുക. ഞാൻ ഈ ഡേറ്റ ഡൗൺലോഡ് ചെയ്തതും ഈ ഡേറ്റ ഇവിടെ വന്നതും അതേപോലെ ഇവിടത്തെ സാധനം കണ്ട ഇതെന്താ പറഞ്ഞ ടേബിൾ വ്യൂ. ഇവിടെ നമുക്ക് ഡേറ്റ കാണാം, ഇവിടെ നമുക്ക് റിപ്പോർട്ട് വ്യൂ കാണാം. ഇവിടെ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ, ഇത് കാണാം. അതേപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യല്ലോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിതൊരു വർക്ക്ഷോപ്പാണ്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ അത്യാവശ്യം ഡേറ്റേനെയൊക്കെ ഡൗൺലോഡ് ചെയ്തു. ഇനി നമ്മൾ ഡേറ്റ വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വെരി സിമ്പിൾ, വെരി സിമ്പിൾ ആണ്. അടുത്തതാണ് നമ്മൾ വിഷ്വലൈസേഷൻ. കണ്ട, ഇത് ഡേറ്റ, ഇതിന്റെ ഡേറ്റ വന്നു. ഈ ഡേറ്റേനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ് ഇവിടെ. ഈ ഡേറ്റനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ഏരിയ ആണിത്. ഇവിടെ കണ്ട, ഇവിടെ പലതരം വിഷ്വലൈസേഷൻ വന്നിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളിപ്പോ കാണിച്ചു തരും. ഇവിടെയാണ് നമ്മൾ എക്സലിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഡേറ്റ. ഇതാണ് ഡേറ്റ വിഷ്വലൈസേഷൻ. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കിയിരിക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത്. ഇനി നമുക്ക് പലതരത്തിലുള്ള വിഷ്വലൈസേഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷ്വലൈസേഷൻ കിട്ടുമെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇവിടെ കണ്ടോ,
സ്റ്റാക്ഡ് കോളം ചാർട്ട്. എല്ലാവരും ബുക്കിൽ എഴുതാം. ഇതിനെ പറയുന്നതാണ് സ്റ്റാക്ഡ് കോളം ചാർട്ട്. ഒരു ക്ലിക്ക് ചെയ്താൽ മതി. സോറി, ഇവിടെ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ ചാർട്ട് ഇവിടെ വരും. വെരി സിമ്പിൾ. ആരൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ചാർട്ട് ചെയ്യുക, എന്നിട്ട് ഇത് മൂവ് ചെയ്യാൻ കണ്ടോ, ഇത് മൂവ് ചെയ്ത് താഴേക്ക് ഇവിടെ കൊണ്ടുവയ്ക്കുക. അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്ററിൽ കൊണ്ടുവരാം. ഇവിടെ കണ്ടോ, ഇത് വേണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വലുതാക്കാം. ആദ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റാക്ഡ് കോളം ചാർട്ട്. ഒന്ന് എല്ലാവരും എഴുതി വെക്കുക. സ്റ്റാക്ഡ് കോളം ചാർട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവണം. ഇങ്ങനെ വന്നവർ തംസപ്പ് അടിക്കുക. ഇങ്ങനെ വന്നവർ തംസപ്പ് അടിക്കുക. തംസപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഡൺ ഇടുക. വന്നവർ തംസപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഡൺ ഇടുക. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ 3-4 പേര് തംസപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ് ഇത്. ഒരു ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കും. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പറയേണ്ടത് സെയിൽസ് ബൈ കാറ്റഗറി. നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഞാനിവിടെ കാണിച്ചു തന്നായിരുന്നു കാറ്റഗറിയിൽ എന്തൊക്കെയുള്ള. അപ്പൊ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അത്ര വെരി സിമ്പിൾ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് കോഡിംഗ് ഇല്ല. ഇതെന്താണ്? ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാറ്റഗറി, നിങ്ങൾ ഒരു ഓർഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുള്ള കോളം കാണാൻ പറ്റും. ഓരോ കോളത്തിന്റെ ഹെഡിങ് ആണ് ഇവിടെ വരാ. നിങ്ങൾ ഇവിടെ ടേബിൾ എടുത്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഓരോ ഹെഡിങ്ങുകൾ ഉണ്ടല്ലേ. റോ ഐ ഡി, ഓർഡർ ഐ ഡി, ഷിപ്പ് ഡേറ്റ്, ഷിപ്പ് മോഡ്. ഇതാണ് കോളത്തിന്റെ ഹെഡിങ്. ഈ കോളത്തിന്റെ ഹെഡിങ് ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ? ആ കോളത്തിന്റെ. അപ്പൊ നമുക്ക് പറയേണ്ടത് എന്നിട്ടാണ് ഓരോ കാറ്റഗറിയിലും എത്ര സെയിൽ നടന്നു എന്ന് അറിയണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് ഇവിടെ എക്സ് ആക്സിസിൽ ഇടാം. അതുപോലെ സെയിൽസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് വൈ ആക്സിസിൽ ഇടാം. കണ്ടോ, ഡാഷ്ബോർഡ് ക്രിയേറ്റ് ആയി. സോറി, വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ആയി. നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ടെക്നോളജിയിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്നത്. അതിന്റെ മൗസ് മുകളിൽ വരുമ്പോൾ കാണാൻ പറ്റും എത്ര സം ഓഫ് സെയിൽ കാണാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഫർണിച്ചറിലാണ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാറ്റഗറി ഓഫീസ് സപ്ലൈസിലാണ്. കണ്ടോ, ഇവിടെ സം ഓഫ് സെയിൽ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് വിഷ്വലൈസേഷന്റെ അടിയിൽ എക്സ് ആക്സിസിൽ ഇടുക. അതാണ് കാറ്റഗറി. അതേപോലെ സെയിൽസ് ക്ലിക്ക് ചെയ്ത് വൈ ആക്സിസിൽ ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് ഇതേപോലെ വിഷ്വലൈസേഷൻ, അതുപോലെ അല്ലെങ്കിൽ സ്റ്റാക്ഡ് കോളം ചാർട്ട്, ഇതേപോലെ കാറ്റഗറി കണ്ടവർ തംസപ്പ് അടിക്കുക. Sir, someone in the group is said the system is stuck and they can rejoin. Yeah, definitely they can rejoin. Okay. നിങ്ങൾ ഡോണ്ട് വറി. അത് സിസ്റ്റം ഒരു നമ്മൾ ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലവരെ ഇതുണ്ടോ, ചെയ്തവർ തംസപ്പ് അടിക്കുക. ചെയ്തവർ തംസപ്പ് അടിക്കുക. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും സ്റ്റെപ്പുകൾ പറയണമെങ്കിൽ പറയൊന്നുമില്ല. അതെ, ഞാൻ ഇവിടെ ഒരു ഇതെടുത്തു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്റ്റാക്ഡ് കോളത്തുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. കാറ്റഗറി ഡ്രാഗ് ചെയ്ത് എക്സ് ആക്സിസിൽ ഇടുക. സെയിൽസ് ഡ്രാഗ് ചെയ്ത് വൈ ആക്സിസിൽ ഇടുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര സെയിൽ ഉണ്ട്. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇതില് ഇപ്പൊ ഇവിടെ അതിന്റെ വാല്യൂ കാണണമെന്ന് വിചാരിക്കാം. വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അതിന്റെ ഫോർമാറ്റ് യുവർ വിഷ്വൽ ഉണ്ട്. എല്ലാരും ശ്രദ്ധിക്കുക. ഈ വിഷ്വലൈസേഷന്മേ, ഈ ചാർട്ടുമേ, അല്ലെങ്കിൽ ഈ സ്റ്റാക്ഡ് കോളം ചാർട്ടുമേ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവണം. ക്ലിക്ക് ചെയ്തിട്ട് വിഷ്വലൈസേഷന്മേ ക്ലിക്ക് ചെയ്യുക. വിഷ്വലൈസേഷന്മേ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡേറ്റ ലേബൽസ് ഉണ്ട്. കണ്ടോ, ഈ ഡേറ്റ ലേബൽസ് ഓഫ് ആണ്. അത് ഓൺ ആക്കിയാൽ മതി. കണ്ട, അപ്പൊ ഇവിടെ 4.7 മില്യൺ ഉണ്ടോ? ഓഫ് ആക്കി നോക്കിയേ. ഇവിടെ ശ്രദ്ധിക്കട്ടെ എല്ലാവരും. ഈ സ്റ്റാക്കുമ്പോ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ ഇതിന്റെ വാല്യൂ ഇല്ല അല്ലെ. വാല്യൂ വരണമെങ്കിൽ ഇവിടെ ഓൺ ആക്കിയാൽ മതി. ഡേറ്റ ലേബൽസ് കണ്ടപ്പോ 4.7 മില്യൺ, 4.1 മില്യൺ, 3.8 മില്യൺ. ഇത് എവിടെന്ന് കിട്ടണേ? നിങ്ങൾ ഈ വിഷ്വലൈസേഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഫോർമാറ്റ് യുവർ വിഷ്വൽ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡേറ്റ ലേബൽസ് ഉണ്ട്. അവിടെ ഓൺ ചെയ്താൽ മതി. ഇവിടെ ഇതേപോലെ വരും. ഇങ്ങനെ 4.7 മില്യൺ, 4.1 മില്യൺ,
3.8 മില്യൺ ഇങ്ങനെ വന്നവർ എല്ലാവരും ചാറ്റിൽ ഓക്കെ അടിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ആരെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഒരു കുഴപ്പമില്ല. സോ ഫാർ ക്ലിയർ? ആർക്കൊക്കെ വന്നവർ തംസപ്പ് അടിക്കുക കേട്ടോ. ഈ സ്റ്റാക്ക് വ്യൂ ഇതേപോലെ വന്നവർ തംസപ്പ് അടിക്കുക. ക്ലിയർ സർ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ബ്രില്യൻ. നിങ്ങൾ യു ആർ എല്ലാവരും ബോൺ ബിസിനസ് അനലിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ സ്റ്റേബിളൈസ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് മൂവ് ചെയ്യാം. കണ്ടത് നമുക്ക് ഇവിടെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇതിന്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ. ഇവിടെ നമുക്ക് ഒരു ചാർട്ടാണ് നമ്മൾ ഇട്ട്. നമുക്ക് ഇതേപോലത്തെ എത്ര ചാർട്ട് വേണമെങ്കിലും ഇടാം. ഇനി വേറൊരു ചാർട്ട് ഇടണമെങ്കിൽ ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. വേറെ ചാർട്ട് ഇടണമെങ്കിൽ പുറത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മൾ ഇടാൻ പോണ ചാർട്ടാണ് ഏത്? മാർക്കറ്റ് വൈസ്. അത് പൈ ചാർട്ടാണ്. ഇവിടെ പൈ ചാർട്ട് ഉണ്ട്. വെറുതെ ഒരു പൈ ചാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? പൈ ചാർട്ട് വന്നു. നിങ്ങൾക്ക് അത് മൂവ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ ചാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് പൈ ചാർട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യരുത്. ഇതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് വേണം പൈ ചാർട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ. പൈ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത് എന്നിട്ട് പറയണേ സെയിൽസ് ബൈ മാർക്കറ്റ് ആണ്. മാർക്കറ്റ് വൈസ് നമുക്ക് സെയിൽസ് ആണ്. അപ്പൊ അതിന്റെ ഇവിടെ താഴേക്ക് മാർക്കറ്റ് എവിടെയാ? കണ്ട, മാർക്കറ്റ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഈ വാല്യൂ ഇവിടെ ഇതിൽ കൊണ്ടിടാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സെയിൽസ് ഈ വാല്യൂസിൽ ഇടണം. കണ്ട, ക്ലിയർ ആയോ? ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ട് ഇവിടെ 3.5 ഓരോ മാർക്കറ്റ് വൈസ്, EU മാർക്കറ്റ്, US മാർക്കറ്റ്, ഓരോ മാർക്കറ്റ് വൈസിലെയും സെയിൽസ് റിപ്പോർട്ട് നമുക്ക് കിട്ടും. അത് കിട്ടി നമുക്ക് അതും ഇവിടെ കൊണ്ടിങ്ങനെ വെക്കാം. നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ഡേറ്റ വിഷ്വലൈസേഷൻ ഉണ്ടാക്കാൻ പ്രൊഫഷണലി ക്ലയന്റും ചെയ്തവർക്ക് ഇങ്ങനെയാണ്. ഈ പൈ ചാർട്ട് ഇതിനെ പറയുന്നതാണ്. കണ്ടത്, ഇത് കാറ്റഗറി വൈസ് വെച്ചിട്ടുള്ളതാണ്. സ്റ്റാക്ക്, ഇത് പൈ ചാർട്ട്. ഈ രണ്ടും വിഷ്വലൈസേഷനും ചെയ്തവർ ചാറ്റിൽ ഓക്കെ അടിക്കുക. പൈ ചാർട്ടും സ്റ്റാക്ക് ചാർട്ടും ചെയ്തവർ ഓക്കെ അടിക്കുക. വെരി ഗുഡ്. നിങ്ങൾ എക്സലന്റ് ആണ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം നിങ്ങൾ ലൈവ് ആദ്യമായിട്ട് ഇന്ന് തന്നെ സാധനങ്ങൾ ചെയ്യാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണ് ഫണൽ ചാർട്ട്. കണ്ടോ? ഇത് അടുത്തത് കിട്ടണമെങ്കിൽ ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്യണം. ഇതിന്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ഇതിന്മേൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും? ഇത് തന്നെ മാറും. ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? പുറത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫണൽ ക്ലിക്ക് ചെയ്യുക. കണ്ട, ഫണൽ വരും. ഫണലിൽ എന്താ നമ്മൾ ചെയ്യണേ? ഷിപ്പ് മോഡാണ്. ഷിപ്പ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഇവിടെ കാണാൻ പറ്റും? ഷിപ്പ് മോഡ്. ഈ ഷിപ്പ് മോഡ് പോയി ഇവിടെ കാറ്റഗറിയിൽ ഇടാം. അതേപോലെ സെയിൽസ് എന്ത് ചെയ്യണം? വാല്യൂസിൽ ഇടാം. കണ്ട, നമുക്കറിയാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ താഴെ കൊണ്ടുപോയി വെക്കാം. ക്ലിയറായോ? ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. കണ്ട, അപ്പൊ ഏതൊക്കെ സ്റ്റാൻഡേർഡ് ക്ലാസ്സിന് ഇത്രം സെയിൽ, സെക്കൻഡ് ക്ലാസ്സിന് ഇത്രം, ഫസ്റ്റ് ക്ലാസ്സിന് ഇത്രം, സെയിം ഡേ ഇത്രം. ഇതിനെ പറയുന്നതാണ് ഫണൽ ചാർട്ട് എന്ന് പറയും. ഇതും ഫണൽ ചാർട്ട് ചെയ്തവരും ഓക്കെ അടിക്കുക. വെരി ഗുഡ്. ഫണൽ ചാർട്ട് ചെയ്തവരും ഓക്കെ അടിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്.
ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ക്ലിയർ? അപ്പൊ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 3 ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കി. ഇ കൊമേഴ്സ് ഡേറ്റയുടെ ഒന്ന് സെയിൽസ് ബൈ കാറ്റഗറി, പിന്നെ സം ഓഫ് സെയിൽസ് ബൈ മാർക്കറ്റ്, പിന്നെ സെയിൽസ് ബൈ ഷിപ്പ് മോഡ്. അങ്ങനെ 3 കാറ്റഗറി നിങ്ങൾ ഉണ്ടാക്കി. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കൺട്രി വൈസ് എന്ന് പറയും. ഓക്കെ, അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നതാണ് കൺട്രി വൈസ്. ഞാൻ ചെറുതാക്കട്ടെ. അത്രയ്ക്ക് ഈസിയാണ് ഈ സാധനം. ഭയങ്കര ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണ്. ആർക്കും ഇത് ചെയ്യാം, പഠിക്കാം, മനസ്സിലാക്കാൻ പറ്റും. 3 ചാർട്ട് നമ്മൾ ഉണ്ടാക്കി. ക്ലിയർ ആയോ? അടുത്ത പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ഡോണറ്റ് ചാർട്ട് എന്ന് പറയും. ഇത് നമ്മൾ കൺട്രി വൈസ് ആണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക, ഡോണറ്റ് ക്ലിക്ക് ചെയ്യുക. ഡോണറ്റ് വന്നു. ഓക്കെ, ഇതില് നമ്മൾ എന്താണ് ചെയ്യണേ? സെയിൽസ് ബൈ കൺട്രി ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൺട്രി ഇവിടെ കൊണ്ടിടുക. അത് കഴിഞ്ഞിട്ട് സെയിൽസിന്റെ വാല്യൂ ഇടുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അറിയാൻ പറ്റി, ഓസ്ട്രേലിയ അറിയാൻ പറ്റി, ഫ്രാൻസ്, ജർമ്മനി. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ അത് സം ഓഫ് സെയിൽ ബൈ കൺട്രി ആയി. ഈ ഡോണറ്റ് ചാർട്ടും ചെയ്തവർ തംസപ്പ് അടിക്കുക. ഡോണറ്റ് ചാർട്ട് ചെയ്തവർ തംസപ്പ് അടിക്കുക. വെരി ഗുഡ്. ഡോണറ്റ് ചാർട്ട് ചെയ്തവരും തംസപ്പ് അടിക്കുക. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എക്സ്പെർട്ട് ആവാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താണ് ഡേറ്റ, എന്താണ് വിഷ്വലൈസേഷൻ, എങ്ങനെയാണ് ഡേറ്റ, ഇതാണ് പവർ ബി ഐ. ക്ലിയർ? ഇനി അടുത്ത പ്രധാനപ്പെട്ടത് നമുക്ക് സ്റ്റേറ്റ് വെച്ച് എത്ര അറിയാൻ പറ്റും? സ്റ്റേറ്റ് വെച്ച് നമുക്ക് ചെയ്യാനുള്ളതാണ് എന്ത്? ട്രീ മാപ്പ് എന്ന് പറയും. പുറത്ത് ക്ലിക്ക് ചെയ്യുക, ട്രീ മാപ്പ്. ട്രീ മാപ്പ് കിട്ടും. ട്രീ മാപ്പിൽ നമുക്ക് സ്റ്റേറ്റ് അറിയാൻ പറ്റും. ഓരോ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് എത്ര ബിസിനസ് വന്നു. ഇവിടെ സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് എടുത്തിട്ട് കാറ്റഗറിയിൽ ഇടാം. പിന്നെ സെയിൽ ഉണ്ട്, സെയിൽ എടുത്തിട്ട് ബിറ്റിലിടാം, വാല്യൂസിലിടാം. കണ്ടോ? പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കിതിൽ ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ട്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനെയും കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് എല്ലാവരും ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. നമ്മൾ പവർ ബി ഐ തന്നെ ഞാൻ അടുത്ത ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. അടുത്ത കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. ഇനി നമ്മൾ ഇവിടെ ഫിൽറ്റർ ഉപയോഗിക്കാൻ പോകുന്നു. ഇവിടെ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കണ്ടോ? ഈ ഫിൽറ്ററിൽ ഇവിടെ സ്റ്റേറ്റിന്റെ ഉണ്ട്. ശരിക്കും ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. ഈ ഫിൽറ്ററിന്റെ അവിടെ സ്റ്റേറ്റിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ബേസിക് ഫിൽറ്ററിംഗ് എന്ന് കാണാം. ഇവിടെ ടോപ്പ് എന്നുമ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് എന്നുമ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് 10 മാത്രം കാണിക്കാം. നമുക്ക് ടോപ്പ് 10 കാണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ് എന്നുള്ള സാധനം ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വാല്യൂല് ഇടുക, അപ്ലൈ അടിക്കുക. അപ്പൊ ടോപ്പ് 10 സ്റ്റേറ്റ് മാത്രമായിരിക്കും ഇവിടെ കാണിക്കുക. ക്ലിയർ ആയോ? നിങ്ങൾക്ക് കുറച്ചും കൂടി നീട്ടിക്കഴിഞ്ഞാൽ ടോപ്പ് 10 സ്റ്റേറ്റിൽ മാത്രം കിട്ടും. ഇപ്പൊ നേരത്തേക്കാലം കുറച്ച് ഇത് ഭംഗി. നിങ്ങൾക്ക് ടോപ്പ് 5 കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫിൽറ്റർ ചെയ്തിട്ട് ടോപ്പ് 5 ഇടാം. കണ്ട? ഇത് മനസ്സിലായവർ സംസാരിക്കുക. ഓക്കെ, അഞ്ജുഷ ഡോണ്ട് വറി. നിങ്ങളിപ്പോ നോട്ട് ചെയ്ത് വെക്കിയത് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്താലും മതി. ഈ ഫിൽറ്റർ മനസ്സിലായവരും ഫിൽറ്റർ അപ്ലൈ ചെയ്തവരും ഓക്കെ അടിക്കുക, തംസപ്പ് അടിക്കുക. ഫിൽറ്റർ അപ്ലൈ ചെയ്തവർ ക്യാൻ യു റിപ്പീറ്റ് വൺസ് അഗൈൻ? നോ വറീസ്, ഡോണ്ട് വറി. ഞാൻ കുറച്ചും കൂടി അടുത്ത ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ
ചാർട്ട് സെലക്ട് ചെയ്യുക. അതിനെ പറയണതാണ് ഈ പേര്. എന്നിട്ട് ട്രീ മാപ്പ് എന്ന് പറയും. ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾ അതിലേക്ക് ആദ്യം തന്നെ ഇവിടെ സ്റ്റേറ്റ് കൊണ്ടുവരുന്ന കാറ്റഗറിയിൽ സ്റ്റേറ്റ് വൈസ് ആണ് നമ്മൾ ചെയ്തെടുക്കണേ. അതേപോലെ വാല്യൂവിൽ സമ്മോ സെയിൽ ഇടണം. ഇത് ക്ലിയർ ആണല്ലോ. ഇനി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഫിൽറ്ററിങ് എടുത്ത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇവിടെ സ്റ്റേറ്റ് കാണാൻ പറ്റും. ഫിൽറ്ററിൽ ഇവിടെ സ്റ്റേറ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. എന്ത്? അഡ്വാൻസ് ഫിൽറ്ററിംഗ് ആണോ, ബേസിക് ഫിൽറ്ററിംഗ്, ടോപ്പ് എൻഡിൽ. ടോപ്പ് എൻഡിൽ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും ടോപ്പ് 5 ആണെങ്കിൽ എന്താ ചെയ്യാം? 5 കൊടുത്താൽ മതി. 5 കൊടുത്തതിന് ശേഷം ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ കോളം ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇടണം. ഇതിട്ട് കഴിയുമ്പോഴാണ് ഈ അപ്ലൈ ഫിൽറ്റർ എനേബിൾ ആവൂ. എന്നിട്ട് അപ്ലൈ ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ ടോപ്പ് കണ്ട. അപ്പൊ ടോപ്പ് 5 കാണാൻ പറ്റി. ക്ലിയർ ആയോ? ചെയ്തവർ തംസപ്പ് അടിക്കുക. വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ ക്യാൻവാസ് ഉണ്ടല്ലോ, നമ്മൾ ഏകദേശം 1 2 3 4 5 ചാർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെ? ഒരെണ്ണം കാറ്റഗറി വൈസ്, മാർക്കറ്റ് വൈസ്, ഷിപ്പ് മോഡ് വൈസ്, സ്റ്റേറ്റ് വൈസ്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിനെ പറയുന്നതാണ് ക്യാൻവാസ്. ഈ ക്യാൻവാസിലാണ് നമ്മൾ ഈ ക്യാൻവാസിന്റെ കളർ മാറ്റാം. അതെങ്ങനെയാ? ആദ്യം ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരണം? ഫോർമാറ്റ് യുവർ റിപ്പോർട്ട് പേജിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ക്യാൻവാസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കാരണം വൈറ്റ് കിടക്കണേ. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇല്ലേ, ഒരു സെക്കൻഡ്. കണ്ട, അത് ട്രാൻസ്പെറൻസി 100 ആയതുകൊണ്ടാണ് അത് കാണാണ്ടിരുന്നത്. കുറച്ച് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻസി ഇത് ചെയ്തതിന് വരും. ക്ലിയർ ആയോ? ഇത്തിരി കൂടി കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഈ പിങ്ക് കളർ കൊടുത്ത് ഇതേപോലെ വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതിനെ ഭംഗിയാക്കാൻ പറ്റും. അലൈൻ കണ്ട, ഇങ്ങനെയാക്കാം. സൂപ്പർ. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്യാൻവാസിൽ എങ്ങനെ കളർ കൊടുക്കാം എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ തന്നെ ചാർട്ടിന് ഒരു ഭംഗി വന്നു, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഒരു ഭംഗി വന്നു. ഇതൊരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലയന്റ് കാണുമ്പോൾ they can easily understand, they can easily interpret. ഇതുവരെ എല്ലാവരും ക്ലിയർ ആയോ? സോഫാർ എല്ലാവരും ഹാപ്പി ആണോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയോ? എല്ലാവരും അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഇടാമോ പ്ലീസ്? വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ടീമാണ് നിങ്ങൾ എല്ലാവരും. റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ക്യാൻവാസ് പോർഷൻ അഗെയിൻ ഒന്നുമില്ല. നിങ്ങളുടെ ക്യാൻവാസിന്റെ കളർ മാറ്റാം. ക്യാൻവാസിന്റെ കളർ മാറ്റം എങ്ങനെയാ? ക്യാൻവാസ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിന്റെ ഫോർമാറ്റ് പേജിൽ കണ്ട്, ഇവിടെ ഇത് വിഷ്വലൈസേഷൻ പേജ് ആണ്. അതിന്റെ ഫോർമാറ്റ് പേജ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് പേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാൻവാസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. കളർ മാറ്റാം. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഈ ട്രാൻസ്പെറൻസി ഇങ്ങനെ 100 കൊണ്ടിടരുത്. അതിന് താഴെ ഇങ്ങനെ കിട്ടാലാണ് കളർ ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കുറച്ച് കടുപ്പമുള്ള കളർ, ഇത് ലൈറ്റ് കടുപ്പത്ത് വേണമെങ്കിൽ കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇടണം. കടുപ്പം ഇത് ലൈറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വരും. അത് ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിരിക്കും. ശ്യാമ ക്ലിയർ ആണോ?
വെരി ഗുഡ്. നിങ്ങൾ ചോദിക്കട്ടോ, അങ്ങനെ നിങ്ങൾ ഓപ്പൺലി ചോദിക്കുക. ക്ലിയർ? ഇനി ഞാൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു സാധനം കാണിച്ചതെന്ന് വെച്ചാൽ, നമുക്കിപ്പോ നിങ്ങൾക്ക് അറിയണം സം ഓഫ് സെയിൽ അറിയണം എന്ന് വിചാരിക്കാം. ഇവിടെ വേണ്ടി ക്ലിക്ക് വിഷയം സം ഓഫ് സെയിൽ. നിങ്ങളിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ കൺട്രി നിന്നാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. നിങ്ങളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ സ്റ്റേറ്റ് എടുത്ത് കഴിഞ്ഞാൽ സുറിച്ചിന്നാന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഷിപ്പ് മോഡ് ആണെങ്കിൽ സ്റ്റാൻഡ്. നമുക്ക് പറയണം സം ഓഫ് സെയിൽ അറിയണം. അതിനുള്ള സാധനമാണ് എന്ത്? ഇവിടെ വേറൊരു വിഷ്വലൈസേഷൻ ടൂൾ ഉണ്ട്, കാർഡ്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. കാർഡിൽ ക്ലിക്ക് ചെയ്യുക. കാർഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാം? പയ്യെ മുകളോട്ടേക്ക് കൊണ്ട് ഇവിടെ വെക്കുക. കാർഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ വാല്യൂ ഇവിടെ സെയിൽ എടുത്തിട്ട് ഇവിടെ ഇട്ടാൽ മതി. കണ്ട 12.64 മില്യൺ സം ഓഫ് സെയിൽ. ക്ലിയർ ആയോ? ഇതാണ് സം ഓഫ് സെയിൽ കിട്ടി. ഓക്കെ, കാർഡ് ചെയ്യാം. അതിനെ പറയുന്നതാണ് കാർഡ്. കാർഡ് ചെയ്തവർ തംസപ്പ് അടിക്കുക. കാർഡ് ചെയ്തവർ തംസപ്പ് അടിക്കുക. ഈ കാർഡിന്റെ ഉള്ളിലെ കളർ മാറ്റാം. കാർഡിന്റെ ഉള്ളിൽ കളർ മാറ്റം വീണ്ടും ഈ കാർഡ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കണം, കാർഡ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് ജനറലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആയോ? ജനറൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്ട്സ് ഉണ്ട്. എഫക്ട്സിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. കണ്ട, മനസ്സിലായോ? ചെയ്തവർ തംസപ്പ് അടിക്കുക. അതായത് കാർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയവർ തംസപ്പ് അടിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. ക്ലിയർ? ഇനി നമുക്ക് പ്രോഫിറ്റിന്റെ സം അറിയണമെന്ന് വിചാരിക്കാം. വീണ്ടും നിങ്ങളിവിടെ പുറത്ത് ക്ലിക്ക് ചെയ്യുക, ആറിൽ ക്ലിക്ക് ചെയ്യുക. ആറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഓക്കെ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും നിങ്ങൾ ആറിൽ ക്ലിക്ക് ചെയ്യാം, എടുക്കുക. ആറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് അറിയേണ്ടത്? സം ഓഫ് പ്രോഫിറ്റ് അറിയണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് കാണാം. കണ്ട, പ്രോഫിറ്റ് ഉണ്ട്. ക്ലിക്ക് ചെയ്യാം. കാർഡ് ക്ലിക്ക് ചെയ്യാം, മൂവ് ചെയ്യാം. പ്രോഫിറ്റ് കണ്ട, പ്രോഫിറ്റ് വന്നു. ക്ലിയർ? ഇതിന്റെ കളർ മാറ്റെങ്കിൽ എന്ത് ചെയ്യണം? ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുക, ജനറൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, വേറെ കളർ കൊടുക്കുക. കണ്ട, അതിപ്പോ ഭയങ്കര ഡാർക്ക് ആയി അല്ലേ? കുറക്കണമെങ്കിൽ ട്രാൻസ്പെറൻസി എടുത്താൽ മതി. കണ്ട, ട്രാൻസ്പെറൻസി ആയ. ഓക്കെ, നിൽക്കണേ നിൽക്കാം.
ക്ലിയർ? ഈ രണ്ടാമത്തെ കാർഡും ഇട്ടവര് അതും തംസപ്പ് അടിക്കുക. ഓക്കെ അടിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് സം ഓഫ് ക്വാണ്ടിറ്റി കിട്ടണം വിചാരിക്കുക. വീണ്ടും ആറടിക്കുക, സോറി കാർഡ് അടിക്കുക. കാർഡ് എടുക്കുക. ഓക്കെ, എന്താണ് അറിയേണ്ടത്? സം ഓഫ് ക്വാണ്ടിറ്റി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യണ്ട. ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാം. ക്ലിയർ? ഇനി നിങ്ങൾക്ക് സം ഓഫ് ഷിപ്പിംഗ് കോസ്റ്റ് കിട്ടണമെന്ന് വിചാരിക്കാം. ഇതൊക്കെ ഞാനൊന്ന് ചേർത്താക്കട്ടെ. ഇനി നിങ്ങൾക്ക് അടുത്ത് കിട്ടണമെങ്കിൽ സം ഓഫ് ഷിപ്പിംഗ് കോസ്റ്റ്, വീണ്ടും അതൊന്ന് ക്ലിക്ക് ചെയ്യാം. സം ഓഫ് ഷിപ്പിംഗ് കോസ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ട്, സെലക്ട് ചെയ്യാം. ഐ ഡി കിട്ടണ്ടോ? ഇത് ചെയ്തവർ തംസപ്പ് അടിക്കുക. ഇതും ചെയ്തവർ ഓക്കെ അടിക്കുക. ഓക്കെ, അടുത്തതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരുന്നത്. ഓക്കെ, അതിൻ്റെതാണ് സ്ലൈസ് എന്ന് പറയും. അടുത്തതാണ് സ്ലൈസ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ആ സാധനം, സ്ലൈസർ. ക്ലിക്ക് ചെയ്യുക. സ്ലൈസറിൽ നമുക്ക് കാറ്റഗറി ആണ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, ഇവിടെ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. കണ്ടോ? ഇപ്പൊ ഞാൻ ഇതിനെ കാണിച്ചു തരാം. ഇവിടെ ഫർണിച്ചർ ക്ലിക്ക് ചെയ്ത് കണ്ട എല്ലാരും മാറും. ഫർണിച്ചറിന് മാത്രം കിട്ടും. ഓഫീസ് സപ്ലൈസ് അടിച്ചു നോക്കിയേ, കണ്ടോ? ഇതാണ് ഇതിന്റെ AI ടെക്കിന്റെ ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡാണ്. ഇത് നമുക്ക് വേറെ എക്സൽ കിട്ടില്ല. ഇത് കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലായിടത്തും മാറും. ഇതിനെ പറയുന്നതാണ് സ്ലൈസർ എന്ന് പറയും. ഓക്കെ, അതിന്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ അപ്പൊ എല്ലാവരും വരും. അതിന്റെ കളർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജനറലിൽ പോവാ, എഫക്റ്റ് എടുക്കുക, മാറ്റാം. ഓക്കെ, കുറച്ച് ലൈറ്റ് കൊടുത്ത് ഇതും കിട്ടിയോ? ഇതൊന്ന് ചെയ്തവര് തംസപ്പ് അടിക്കുക. സ്ലൈസർ അതിനെ പറഞ്ഞാണ് സ്ലൈസർ. വെരി ഗുഡ്, വെരി 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 ഗുഡ്. ഇതുവരെ ക്ലിയർ ആയോ? ചെയ്തവരൊക്കെ തംസപ്പ് അടിക്കാട്ടോ. ഞാൻ സ്പീഡിൽ പോണില്ല, പയ്യെ പോണുള്ളൂ. നിങ്ങള് ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഡോണ്ട് വറി. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ ഈ ഈ ഈ സ്ലൈസർ എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാം. ഞാൻ ഇപ്പൊ ഈ സാധനം ഞാൻ ഇതിന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. ഇവിടെ കണ്ടോ, സ്ലൈസർ എന്ന് പറഞ്ഞ ഒരു വിഷ്വലൈസേഷൻ ടൂൾ ഉണ്ട്. ഇത് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യാം, സ്ലൈസറിൽ ക്ലിക്ക് ചെയ്യാം. സിമ്പിൾ കാര്യമാണ്. ക്ലിക്ക് ചെയ്യുക, ഇത് ഇവിടെ വയ്ക്കുക, ഡ്രാഗ് ചെയ്ത് വെക്കുക. ക്ലിക്ക് ചെയ്തിട്ട്
നിങ്ങൾ എന്ത് ചെയ്യണം? കാറ്റഗറിയുമേ ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി ക്ലിക്ക് ചെയ്തിട്ട് ഇടുക. നിങ്ങൾക്ക് 3 കാറ്റഗറി ഇവിടെ കാണാം. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഇപ്പൊ നിങ്ങൾക്ക് ഫർണിച്ചറിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ മാത്രം റിപ്പോർട്ട് വരും. ഓരോ ഫർണിച്ചറിനും കൺട്രി വൈസ് വരും, കാറ്റഗറീസ് വരും, ഒക്കെ വരും. കണ്ടോ? ഇവിടെ ആ സ്റ്റാക്ക് റിപ്പോർട്ട് മാറിയുണ്ടോ? ഇവിടെ നിങ്ങൾ ഇനി ഓഫീസ് സപ്ലൈസ് കൊടുത്തൊക്കെ അത് വേറെ വരും ഇവിടെ. കണ്ടോ? നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരും. ഇത് ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡാണ്. നിങ്ങൾക്ക് അതിന്റെയും കളറ് ഇതിന്റെയും കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോർമാറ്റ് വിഷ്വലൈസേഷൻ എടുക്കുക, ജനറൽ എടുക്കുക, എഫക്ട്സ് എടുക്കുക, ചെയ്യുക. ഓക്കെ, ഇഷ്ടമുള്ള കളർ, എനി കളർ. ഇതുവരെ ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് മാർക്കറ്റ് വെച്ചിട്ട് സ്ലൈസ് കിട്ടാം. അതിന് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? സ്ലൈസറിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ത് ഇടണം? മാർക്കറ്റ് അറിയണം. മാർക്കറ്റ് വെച്ച് നമുക്ക് ഓരോന്ന് കിട്ടും, അത് നമുക്ക് എടുക്കാം. മാർക്കറ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ട? അപ്പൊ ആഫ്രിക്കയിലെ നമുക്ക് എല്ലാ റിപ്പോർട്ടും കിട്ടണമെങ്കിൽ അത് ആഫ്രിക്ക ക്ലിക്ക് ചെയ്താൽ മതി. ഇനി APICയിൽ കിട്ടണമെങ്കിൽ അത് മതി. കാനഡ ആണെങ്കിൽ കാനഡ മതി. കാനഡയിൽ ഓരോ മാർക്കറ്റും കിട്ടും. കാനഡയിലെ സം ഓഫ് സെയിൽ കിട്ടും, സം ഓഫ് ക്വാണ്ടിറ്റി കിട്ടും, എല്ലാം കിട്ടും. ക്ലിയർ ആയോ? ഇതുവരെയുള്ളത് ക്ലിയർ ആയോ? സോ ഫാർ ക്ലിയർ? സോ ഫാർ ക്ലിയർ? വെരി ഗുഡ്. ഇനി നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ, നിങ്ങൾ ഒരു വിഷ്വലൈസേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി. പ്രൊഫഷണൽ റിപ്പോർട്ടാണ്. ഇങ്ങനെയാണ് ഒരു വർക്ക്. മനോഹരമായ റിപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കി. ഇനി ഇതിനൊരു ഹെഡിങ് കൊടുക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ഇവിടെ ടെക്സ്റ്റ് ടൈറ്റിൽ ഉണ്ടോ? ഇവിടെ കണ്ട ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക? അതിനിപ്പോ എന്താണ് അതിന്റെ റിപ്പോർട്ടിന്റെ പേര്? ഇ-കൊമേഴ്സ് അല്ലെ? അപ്പൊ ഇ-കൊമേഴ്സ് റിപ്പോർട്ട് ആരെ പ്രിപ്പയർ ചെയ്ത്? നിങ്ങളാണ് നിങ്ങളുടെ പേര് എഴുതുക. ക്ലിയർ ആയോ? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബോൾഡ് ആക്കാം, സൈസ് കൂട്ടാം. കണ്ടോ? നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്താ? ഇത് നിങ്ങൾക്ക് സെൻട്രലൈസ് ചെയ്യാം. ഇതിന്റെ കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഫോർമാറ്റിൽ എഫക്ട്സ് കൊടുക്കുക. കുറയ്ക്കാം. നൈസ് റിപ്പോർട്ട്. ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് ഇതേപോലെ വന്നവര് ചെയ്യും. ഡൺ. വെരി ഗുഡ് ഹർഷ. ഡൺ. വെരി ഗുഡ് ഹർഷ. Congratulations. You did a wonderful job, actually. You did a wonderful job. Alina, good. Excellent. ബാക്കി ആരൊക്കെ ചെയ്തു? ബാക്കി ചെയ്തവർ തംസപ്പ് അടിക്കുക. വലിയൊരു ലോങ് ജേർണി ആയിരുന്നു. നിങ്ങൾ അതുകൊണ്ട് ഞാൻ
പറഞ്ഞ ഇതൊരു വർക്ക്ഷോപ്പാണ്, പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പാണെന്ന് പറഞ്ഞത്. ചെയ്തവർ തംസപ്പ് അടിക്കുക. ഇതേപോലെ ഡാഷ്ബോർഡ് കിട്ടും. ഈ ഡാഷ്ബോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. ഫയലിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് ടു PDF. ക്ലിയർ? നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്യാം. ഉണ്ടോ? നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് നിങ്ങൾ ആ റിസൾട്ട് എല്ലാവരും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ റിപ്പോർട്ട് ഡാഷ്ബോർഡ് ഇടണം. ക്ലിയർ ആയോ? പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാം. ഓക്കെ, ക്ലിയർ? Everybody is happy? Everybody is happy? ഞാൻ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ പറയാം. നിങ്ങൾ ആദ്യത്തെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ ചെന്നിട്ട് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് അടിച്ചിട്ട് ഒരു ഗൂഗിൾ റിവ്യൂ ഇപ്പൊ തന്നെ ഒന്ന് ഇടാം. നിങ്ങൾ ഹാപ്പി ആയവർ മതി. നിങ്ങൾ ഹാപ്പി ആയവര് ഒരു ഗൂഗിൾ റിവ്യൂ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ തന്നെ ഇടാം. നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് സെർച്ച് ചെയ്യുക. ഇന്റർനെറ്റ് ലീഡ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഈ ഡേറ്റ അനലിറ്റിക്സ് പവർ ബിയുടെ റിവ്യൂ ഇടാം. ഇപ്പൊ തന്നെ ഇടാം. കഴിയുന്നവർ ഒരു തംസപ്പ് അടിക്കുക. ഇത് കഴിയുന്നവർ റിവ്യൂ ഇട്ട് കഴിയുന്നവർ തംസപ്പ് അടിക്കുക. കോഴ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ ഇതുവരെ ചെയ്തല്ലോ, ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ ആക്ച്വലി യു ഡിഡ് എ ഗുഡ് ജോബ് ആക്ച്വലി. കാരണം നല്ലൊരു ഡാഷ്ബോർഡ് നിങ്ങൾ ഒരു വെരി ഷോർട്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തോ ബിസിനസ് അനലിസ്റ്റ് എന്തോ അതാണ് ഇതാണ്ടൊക്കെ വിചാരിച്ച് ആകെ പേടിച്ചിരുന്നവരുണ്ടാവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ അതിനെ പറഞ്ഞു തന്നതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാലാണ് നിങ്ങൾക്കൊരു ക്ലയന്റിലേക്ക് ഇതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇതിനെക്കുറിച്ചൊരു സ്കോപ്പും പ്ലസ് ഒരു ചെറിയൊരു ടാസ്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ടാസ്ക് വലിയ ടാസ്ക് ആണ്, പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും എന്താണ് ഡേറ്റ അനാലിസിസ് ബിസിനസ്. കാരണം ഇതിനെ പറയുന്നതാണ് KPI എന്ന് പറയും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ KPI ഒക്കെ നിങ്ങൾ ഡാഷ്ബോർഡിൽ ടോപ്പിൽ തന്നെ കാണിക്കണം. അപ്പോഴാണ് അവർക്ക് അറിയാൻ പറ്റും എത്ര സെയിൽ നടന്നു, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡാണ്. ക്ലിയർ? റിവ്യൂ ഇട്ടവർ തംസപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഡണ്ണെന്ന് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതുവരെയുള്ളത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്, അതിനെ കുറിച്ച് പറയാം കേട്ടോ. ഓക്കെ, അതിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് 3 മന്ത് കോഴ്സാണ്. അതില് എക്സൽ ഉണ്ട്, പൈത്തൺ ഉണ്ട്, SQL ഉണ്ട്, പവർ BI ഉണ്ട്. 3 മാസത്തെ കോഴ്സാണ്. രാത്രി 7 PM to 8 PM ആണ് ക്ലാസ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ടാവും. ഒരു ദിവസത്തെ ക്ലാസ് അല്ല, മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്. ശരിക്കും 40,000 ആണ് ഫീസ്. 28-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത്.
ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് 20,000 ഓഫർ ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും മിനിമം 5,000 റുപ്പീസ് കൊടുത്തായാലും രജിസ്റ്റർ ചെയ്യാം. ഈ ഓഫർ എന്ന് പറയുന്നത് ഇന്ന് രാത്രി 12 മണി വരെയുള്ള ഓഫറാണ്. ഓക്കെ, ശരിക്കും 40,000 ആണ് ഇന്ന് രാത്രി നമ്മുടെ വെബിനാറും ഈ സെഷനൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമായിട്ടുള്ള രാത്രി 12 മണി വരെയുള്ള ഓഫറാണ്. 20,000 ആണ് ബാച്ച്. ഒക്ടോബർ 28-നാണ് സ്റ്റാർട്ട് ചെയ്യണത്. പ്രാക്ടിക്കലാണ്. ഇപ്പം ഇതേപോലെ തന്നെ പ്രാക്ടിക്കലാണ്. ലാപ്ടോപ്പും മാൻഡേറ്ററി ആണ്. ഓക്കെ, ഫുള്ളി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അഡ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അഡ്മ്യൂട്ട് ചെയ്തുതരാം. എന്തിനെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ അഡ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അഡ്മ്യൂട്ട് ചെയ്തുതരാം. അതേപോലെ നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ ഡാഷ്ബോർഡുകളും സേവ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. ക്ലിയർ? നമ്മുടെ ഈ സെഷൻ മൊത്തത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്, അതായത് നിങ്ങളുടെ ഒരു ഈ അറ്റൻഡ് ചെയ്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങളുടെ കൃത്യമായ ഫോൺ നമ്പറും കൃത്യമായ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാറ്റിലിട്ട് അവർക്ക് നിങ്ങൾ അയച്ചു തരും. ഓക്കെ, ഒരാൾ റിവ്യൂ ഡണ്ണുണ്ട്. എല്ലാവരും അറ്റൻഡ് ചെയ്തവരൊക്കെ ഒരു റിവ്യൂ ഇടാം കേട്ടോ, നല്ലൊരു റിവ്യൂ ഇടാം. ഓക്കെ, 3 മന്ത് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പവർ ബിയുടെ സർട്ടിഫിക്കറ്റ് അതൊക്കെ വേറെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. ബാക്കി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് 10,500 റിവ്യൂ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതേപോലെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്കൊരു എക്സ്ക്ലൂസീവ് ജോബ് സൈറ്റും കാര്യങ്ങളുള്ളതാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. എല്ലാവർക്കും ലാപ്ടോപ്പ് വേണം. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ബിസിനസ് ഡേറ്റ അനലിസ്റ്റുകൾ ഇതിന്റെ സ്കില്ല് അറിഞ്ഞിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു എഫേർട്ട് ഇട്ടിട്ട് ഇതെല്ലാവരും ഇവിടെ വന്ന് ഇത് അറ്റൻഡ് ചെയ്തു അല്ലേ? ഇത്രയും ടൈം ഇവിടെ എഫേർട്ട് ഇട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ഫുള്ളി ഇൻവോൾവ് ആയിട്ടാണ് എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്താണ്. അതാണ് എനിക്ക്, അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഫുള്ളി ഇൻവോൾവ് ആയി നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾ ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഇത് ചെയ്തല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അല്ലേ? നമുക്ക് ഡേറ്റ അനാലിസിന്റെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ്ങും ഉണ്ട് കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സും നമുക്കുള്ളതാണ്. നിങ്ങൾക്ക് അതും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഓവറോൾ ഇത് ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈ സെഷൻ? അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സെഷൻ നിങ്ങൾ ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ലൈവ് പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. നിങ്ങളൊരു ജെനുവിൻ ഫീഡ്ബാക്ക് ഒന്ന് പറയാം എല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളൊരു ഫീഡ്ബാക്ക് ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓവറോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ബേസിക്കലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈ സെഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര നാളും വിചാരിച്ചിരുന്ന പോലെ അല്ല ഇപ്പം ഒരു ക്ലാരിറ്റി വന്നു, ഒരു ഇതാണോ ഡാറ്റ അനാലിസിസ്, ഒരു ക്ലാരിറ്റി വന്നു എന്തതിൽ നടക്കണേന്നുള്ളത്. ഓക്കെ, എല്ലാവരും ഒരു റിവ്യൂ ഇടാ ഗൂഗിളിൽ. ഇപ്പൊ 4-5 പേര് ഇട്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. ബാക്കിയുള്ളവരൊന്നും ഇടാ പ്ലീസ്. അതേപോലെ കോഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും മിനിമം 5,000 കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിടാം. 28-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ ഓക്കെ, അപ്പൊ കോഴ്സ് ചെയ്യാനോ നിങ്ങൾക്ക് അങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ കവർ ചെയ്തു. പവർ ബിനെ കുറിച്ച് പറയുകയും അത് ലൈവ് ചെയ്യുകയും ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് വർക്ക്ഷോപ്പ് നമുക്ക് എൻഡ് ചെയ്യാം. കോഴ്സിന്റെ സിലബസ് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ.
കോഴ്സിന്റെ സിലബസ് ഞാൻ ഗ്രൂപ്പിലിടുന്നതാണ്. ഈ വെബിനാറിന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ വെബിനാറിന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ വെബിനാറിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഈ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു സ്റ്റാർട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാച്ചുകളുടെ അഡ്മിഷൻ എടുക്കണനുസരിച്ച് ഞാൻ ഗ്രൂപ്പിൽ അതിലിട്ട് വിടും ആരൊക്കെയാണ് അഡ്മിഷൻ എടുത്തതെന്നുള്ളതും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ആരൊക്കെയാണ് പേയ്മെന്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഞാനത് ഗ്രൂപ്പിലിടും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ സെഷൻ എടുത്തിരിക്കുന്നത് നമ്മുടെ October 28 ബാച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെബിനാറാണ്. നമ്മൾ ബേസിക്കലി അതിന് ഉദ്ദേശിച്ചിട്ടാണ് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പ്ലീസ് ലെറ്റ് മീ നോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.